Hello everyone, welcome to Disha Academy. നമ്മുടെ ഇക്കഴിഞ്ഞ റെയിൽവേയുടെ തന്നെ ഫസ്റ്റ് എക്സാമിനേഷനായ ALP 2024 നമ്മുടെ 25-നും 29-നും ഇടയിൽ നടന്ന ALP 2024-ന്റെ എന്ത് വന്നിട്ടുണ്ട്, ആൻസർ കീ വന്നിട്ടുള്ളതെന്നുള്ള ഒരു കാര്യം ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടാവും. അതിൻ്റെ ലിങ്കൊക്കെ ഒരുപാട് ടെലഗ്രാം ചാനൽസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാസ്തവം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വെബ്സൈറ്റിൽ അവരുടെ വെബ്സൈറ്റിൽ 5/12/2024 ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് വ്യൂയിങ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, റെസ്പോൺസ് ആൻഡ് കീസ് ആൻഡ് റേസിംഗ് ഒബ്ജെക്ഷൻ, ഇത്രയും കാര്യമാണ്. നിങ്ങളുടെ പേപ്പർ, നിങ്ങളുടെ ആൻസർ കീ നോക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിൻ്റെ റെസ്പോൺസ്, അതായത് കറക്റ്റ് ആൻസർ ഏതാണ്, നിങ്ങൾ കൊടുത്ത ആൻസർ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാർക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് വന്നോ എന്നുള്ളൊരു ഡൗട്ടാണ് എല്ലാവർക്കും ഉള്ളത്. കാരണം ലിങ്ക് ഒന്നും ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ആക്റ്റീവായിട്ട് കാണുന്നുണ്ടാവില്ല. ഫസ്റ്റ് രാവിലെയൊക്കെ നോക്കിയവർക്ക് ചിലപ്പോൾ കിട്ടിക്കാണും, പക്ഷെ അതിപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നിർത്തി വച്ചിട്ടുണ്ട്. വീണ്ടും അവരെന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു റെസ്പോൺസ് ആണ് അവരിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വ്യൂ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 5/12/2024 10 AM ഓൺവേർഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10 മണി മുതലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആൻസർ കീ ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ക്ലോസിംഗ് എന്ന് പറയുന്നത് 10/12/2024 10 മണിക്ക്, അതായത് 5 ദിവസത്തിൻ്റെ ഗ്യാപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 5/12/2024 തൊട്ട് 10/12/2024 ഇടയ്ക്ക് 10 മണിക്ക് തൊട്ട് തുടങ്ങുന്ന ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തെളിവാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് 10 മണി മുതലേ തുടങ്ങും എന്നുള്ളൊരു കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ചിലപ്പോൾ ഉടനെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആയി കിട്ടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈ ഒരു സമയത്ത് നോക്കുന്നുണ്ടാവും. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഉടനെ തന്നെ അറിയാൻ പറ്റും. ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതെന്ത് ചെയ്യുക, നിങ്ങൾ ആ ലിങ്ക് കിട്ടുന്ന സമയത്ത് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്തായാലും കിട്ടും. അപ്പോൾ കിട്ടിയില്ല എന്നുള്ള ഒരു ഇതൊന്നും വേണ്ട. മാത്രമല്ല ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, അവരിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ആൻസർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ ആൻസർ ഇതല്ല ഇതാണ് ശരി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് നിങ്ങൾക്ക് റേസ് ചെയ്യണം, നിങ്ങളുടെ ആൻസറിന് നിങ്ങൾക്ക് മാർക്ക് ഇട്ടിട്ടില്ല എന്നുള്ള എന്തെങ്കിലും ഒരു റീസൺ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജെക്ഷൻ റേസ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടെ ഇപ്പോൾ റെയിൽവേ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു നോട്ടീസിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഒബ്ജെക്ഷൻ എന്ന് പറയുന്നത് 50 രൂപ പ്ലസ് നിങ്ങളുടെ എന്തെങ്കിലും ബാങ്ക് ചാർജസും കൂടെ കൂട്ടിയിട്ട് നിങ്ങളുടെ ഒബ്ജെക്ഷൻ റേസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഈ ഒബ്ജെക്ഷൻ കറക്റ്റ് ആണെങ്കിൽ ഈ പൈസ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. വാലിഡ് ഒബ്ജെക്ഷൻ ആണെങ്കിൽ അത് റീഫണ്ടഡ് ടു ദ കാൻഡിഡേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ പേയ്മെൻറ്റ് വഴി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒബ്ജെക്ഷൻ റേസ് ചെയ്യാം. അതിൻ്റെ കാര്യമൊക്കെ RRBയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കും കേട്ടോ, ഈ 5 ദിവസത്തിനിടയിൽ തന്നെ. പക്ഷെ എന്ത് ചെയ്യണം, ഈ മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്ത് ചെയ്യണം, ഈ 5 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പ്രോസസ്സ് അവർക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തായാലും ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ ആരുടെ കയ്യിലായിരിക്കും, റെയിൽവേയുടെ കയ്യിൽ. അത് ശരിയാണോ തെറ്റാണോ എന്ന് അവർ ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിലാണ് അതെല്ലാം ഇരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഒരു ഒബ്ജെക്ഷൻ റേസ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളുക. എന്തായാലും നിങ്ങളുടെ ഈ ലിങ്ക് ആക്റ്റീവ് ഉടനെ തന്നെ ആവും കേട്ടോ, 10 മണി തൊട്ട് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ലിങ്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ നമ്മൾ അവൈലബിൾ ആക്കാം. അപ്പോൾ അതിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നൊരു ദിവസം തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് ലോഡഡ് ആകുമ്പോഴാണ് സൈറ്റ് എന്ത് ചെയ്യുന്നത്, കുറച്ച് ആക്ടിവേറ്റ് ആകുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നത്. എന്തായാലും ഈ 5 ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിന് ഈ 5 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒബ്ജെക്ഷൻ റേസ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും നല്ല വിശ്വാസത്തോടെ തന്നെ എന്ത് ചെയ്യുക, ALP 2024 ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാം മാർക്ക് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.